KSIDCക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. എക്സാലോജിക്ക് CMRL പണമിടപാടുമായി ബന്ധപ്പെട്ട SFI പരിശോധനയും അന്വേഷണവും സ്റ്റേ ചെയ്യണമെന്നുള്ള KSIDCയുടെ ആവശ്യമാണ് കോടതി തള്ളിയത്. അന്വേഷണത്തെ KSIDC ഭയക്കുന്നത് എന്തിനെന്നും ഹൈക്കോടതി ചോദിച്ചു. അതേസമയം SFIO അന്വേഷണ നടപടികൾക്കെതിരായ KSIDCയുടെ ഹർജിയിൽ കോടതി കേന്ദ്രത്തിന്റെ മറുപടിയും ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, എക്സലോജിക്കും CMRലും തമ്മിലുള്ള പണമിടപാടുമായി ബന്ധപ്പെട്ട് SFIO KSIDCയുടെ ആസ്ഥാനത്ത് പരിശോധന തുടരുന്നതിനിടയിലാണ് അടിയന്തരമായിട്ട് KSIDC ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് SFIO യാതൊരു ഉത്തരവും കൂടാതെയാണ് പരിശോധന നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന തടയണം, ഒപ്പം തന്നെ അന്വേഷണ നടപടി സ്റ്റേ ചെയ്യണമെന്നുള്ളതായിരുന്നു KSIDCയുടെ ആവശ്യം. പക്ഷേ ഈ ആവശ്യം ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. ഒപ്പം ചില ചോദ്യങ്ങൾ KSIDCയോട് ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തു. ഈ നിലവിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കാനുണ്ടോ എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ KSIDCയുടെ അഭിഭാഷകരോട് ചോദിച്ചത്. പക്ഷെ ഒന്നും ഒളിച്ചു വെക്കാനില്ല. ഈ നിലവിൽ കൊടുത്തിരിക്കുന്ന നോട്ടീസ് അടക്കം നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ പരിശോധന തടയണമെന്നുള്ള ഒരു വാദമാണ് KSIDCയുടെ അഭിഭാഷകൻ ഉന്നയിച്ചത്. പക്ഷേ ഈ അന്വേഷണത്തെ എന്തിനാണ് KSIDC ഭയക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. കേന്ദ്രം ഇക്കാര്യത്തിൽ വാക്കാൽ ഒരു നിലപാട് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സത്യം പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായിട്ട്, അതായത് SFIOയുടെ അന്വേഷണവുമായിട്ട് KSIDC സഹകരിക്കണമെന്നുള്ള ഒരു നിലപാടാണ് വാക്കാൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത്. എന്തായാലും SFIOയുടെ അന്വേഷണത്തിനെതിരായിട്ട് KSIDC നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നിലവിൽ കേന്ദ്രത്തിന്റെ മറുപടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഹർജി ഹൈക്കോടതി ഫെബ്രുവരി 12 മാറ്റിയിട്ടുണ്ട്. എന്തായാലും പരിശോധനയും ഒപ്പം തന്നെ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നടപടിയും തടയണമെന്നുള്ള KSIDCയുടെ ആവശ്യം ഹൈക്കോടതി നിരാകരിച്ചത് KSIDCയെ സംബന്ധിച്ച് ഏറെ തിരിച്ചടി നൽകുന്നുള്ളത്. വ്യക്തമാണ്. KSIDCക്ക് ഹൈക്കോടതിയിലും തിരിച്ചടി. എക്സാലോജിക്ക് CMRL പണമിടപാടുമായി ബന്ധപ്പെട്ട SFI പരിശോധനയും അന്വേഷണവും സ്റ്റേ ചെയ്യണമെന്നുള്ള KSIDCയുടെ ആവശ്യമാണ് ഹൈക്കോടതി തള്ളിയത്. രേഷ്മയാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.